ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പള്ളിയുടെ വികാരി ജോജോ അച്ഛൻ ഇന്ന് വിശുദ്ധ ബലിയിൽ എന്നെ സഹായിച്ചു. ഞാൻ ആരോഗ്യപരമായിട്ട് വളരെ പ്രയാസമുള്ളൊരു ദിവസമാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് കുർബാന എല്ലാനോ ഇത് ചെയ്യാനോ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കുറേ ദിവസങ്ങളായിട്ട് ഡൽഹിയിലും അതുപോലെ തന്നെ ഇൻഡോറിലും അങ്ങനെ ഒത്തിരി യാത്രകൾ ചെയ്യുകയും ഉറങ്ങാതെ ഇരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പ്രഷർ വേരിയേഷൻ ഭയങ്കരമായിട്ടുണ്ടായി. എനിക്കങ്ങനെ പ്രഷറുള്ള ഒരാളല്ല. വല്ലൊരു വഴക്കുണ്ടാക്കുമ്പോൾ വരുന്ന പ്രഷറല്ലാതെ അല്ലാത്തൊരു പ്രഷറില്ല. പക്ഷേ ഇന്നൊക്കെ നോക്കിയപ്പോൾ വളരെയധികം 152, 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടിയ പ്രഷറായിരുന്നു. അപ്പോൾ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു, പക്ഷേ ദൈവത്തോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, ഈ ഓശാന എനിക്ക് നടത്തണം, എൻ്റെ ഒരു ആഗ്രഹമാണ്, അത് ദൈവമക്കൾക്ക് ദോഷമുണ്ടാവരുത് എന്ന് പറയും. ദൈവം അത്ഭുതകരമായി അത് നടത്തുകയും ചെയ്തു. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള ഒരാഴ്ചയുടെ ആദ്യ ദിനമാണിന്ന്. എന്തിനേയും ഏതിനേയും ആഘോഷമാക്കുന്ന ഈ കാലം ഓശാനയെ വ്യത്യസ്തമായി മനസ്സിലാക്കണം. ഓശാന ഒരു സ്തുതിഗീതത്തെ അധികമായി, സ്തുതിഗീതത്തിനപ്പുറത്ത് ഒരു മുറവിളിയാണ്. സേവ് us right now, സേവ് us right now. ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ, ഈ ദിനങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള ഒരു വലിയ മുറവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാലം റോമയുടെ അധീനതയിൽ ജനം കഷ്ടപ്പെട്ട് അവരുടെ ഭീകരതയിൽ മനം മടുത്തപ്പോൾ ജനം ആഗ്രഹിച്ച് അലറി വിളിച്ചതാണ്. കാരണം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, വേദപുസ്തകം പഠിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരിൽ നിന്നോ റബിമാരിൽ നിന്നോ ഒക്കെ വളരെ വ്യത്യസ്തനായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ക്രിസ്തു ആരോടുകൂടിയാണ് സഹകരിച്ചത്? ആ കാലത്തെ നമുക്കറിയാം, ക്രിസ്തു മിക്കവാറും ദിവസങ്ങളിൽ, മിക്കവാറും ആഴ്ചകളിൽ സിനഗോഗിൽ പ്രസംഗിക്കുകയുണ്ടായിരുന്നു. അവിടെ ഉണ്ട് റബിമാരെല്ലാം വലിയ വലിയ ആളുകളുമായി കൂട്ടുകൂടുമ്പോൾ ക്രിസ്തു ഒരു ബദൽ ജീവിത രീതിയാണ് ഉണ്ടാക്കിയെടുത്തത്. ചുങ്കക്കാരോടുകൂടെ, വേശ്യാസ്ത്രീകളോടുകൂടെ, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് താഴെയുള്ളവരോടുകൂടെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ അന്തസ്സിനെ വളർത്താനായിട്ട്, അവരുടെ അന്തസ്സിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട്, ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത ആ അന്തസ്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ക്രിസ്തു ബോധപൂർവം ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം തന്നെയാണ് ഓശാന പെരുന്നാളിലും നടക്കുന്നതെന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ക്രിസ്തു രാജാവാണ്, രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ മിക്കവാറും യാത്ര ചെയ്യുന്ന കുതിരപ്പുറത്താണ്. അവർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട കുതിരകളെ പ്രത്യേകമായി വളർത്തിയെടുത്ത് അതിനെ ദുപ്പട്ടയൊക്കെ കെട്ടി അതിൻ്റെ പുറത്താണ് യാത്ര ചെയ്യുക. എന്നാൽ ക്രിസ്തു മഹാരാജാവ് എങ്ങനെയാണ് യാത്ര ചെയ്തത്? കുതിരയുടെ പുറത്തല്ല, കഴുതപ്പുറത്താണ്. കുതിരയും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുതിരയ്ക്ക് തലയെടുപ്പ് കൂടുതലാണ്, വേഗതയുണ്ട്, ഉയരമുണ്ട്. അത് വലിയ പണക്കാരുടെ, ആ കാലത്തെ, ഇന്നത്തെ റോൾസ് റോയ്സ് ഒക്കെ പോലെയുള്ള ആ കാലത്തെ ഏറ്റവും വലിയ പണക്കാർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നായിരുന്നു കുതിര. എന്നാൽ കഴുത എന്ന് പറയുന്നത് സാധാരണ കർഷകൻ്റെ, അലക്കുകാരൻ്റെ സ്വന്തമായി നേടാവുന്ന ഒരു മൃഗമാണ്. കുതിര വളരെ വേഗത്തിലാണ് യാത്ര ചെയ്യുക. എന്നാൽ കഴുതയുടെ ചലനം വളരെ പതുക്കെ പതുക്കെയാണ് അത് പോകുന്നത്. സാധാരണ മനുഷ്യരുമായി നടത്തത്തിൽ അതിനൊരു സാമ്യമുണ്ട്. വേഗതയാണെങ്കിലോ കുതിരയുടെ വേഗതയുടെ നേർ പകുതിയേ ഉള്ളൂ. ഉയരം നോക്കിയാലോ കുതിരയുടെ പകുതി ഉയരമേ കഴുതയ്ക്കുള്ളൂ. കുതിരയ്ക്ക് വിവിധങ്ങളായ നിറങ്ങളുണ്ട്, എന്നാൽ കഴുതയ്ക്ക് ഒരേ ഒരു നിറമുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ള കഴുതയ്ക്കൊക്കെ എന്താണ് ഒരു നിറം എന്ന് നിങ്ങളുടെ മനസ്സിൽ? ചെസ്റ്റേഴ്സിൻ്റെ ഡോങ്കി എന്ന് പറയുന്നൊരു കവിതയുണ്ട്, ഞാനതൊന്നും ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മൃഗത്തെയാണ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തമ്പുരാൻ തിരഞ്ഞെടുത്തത്. സാധാരണ മനുഷ്യരുമായി തൻ്റെ ജീവിതത്തിൻ്റെ എപ്പോഴും ചേർത്ത് നിർത്തിയെന്ന് കാണാൻ കഴിയും. ജനത്തിനൊപ്പോഴും, ജനത്തിൻ്റെ കൂടെ, ജനത്തിനൊപ്പം നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഹുങ്ക്, അഹങ്കാരം, അഹംഭാവം, അധികാര പ്രമത്തത, ഇവയ്ക്ക് പകരം ക്രിസ്തു വിനിയോഗിച്ചത് വിനയവും എളിമയുമാണ്. തുടർന്ന് കാണുന്നതും അത് തന്നെയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കർത്താവ് യെരൂശലേമിലേക്ക് ഇത്ര അധികം ആളുകളുമായി, അവിടെ ജനം ഇളകി എന്നാണ് പറയുന്നത്. റെഡ് കാർപ്പറ്റ് ഇട്ടല്ല കർത്താവ് യാത്ര ചെയ്തത്, പരവതാനികളില്ലായിരുന്നു. പകരം
അവർ ഉടുത്തിരുന്ന ഉടുതുണികൾ, അത്ര വെയിലിൽ ആ വിയർപ്പാർന്ന അവരുടെ പുറംകുപ്പായങ്ങൾ അവർ വിരിച്ചിട്ടു. കൂടെ നടന്നവരോ അറേബ്യൻ അത്ര പൂശിയ ആഢ്യന്മാരല്ല, വിയർപ്പിന്റെ ഗന്ധമുള്ള സാധാരണ മനുഷ്യർ. ഇത്ര വിനയത്തോടെ പ്രവേശിച്ചിട്ടും വേദപുസ്തകം പറയുന്നു, അവൻ യെരൂശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി. എത്ര അധികം ഭംഗിയായിട്ടാണ് കർത്താവ് നടന്നത്. അഹങ്കാരമല്ല, വിനയമാണ് മനുഷ്യ ഹൃദയങ്ങളെ ഭരിക്കുന്നത്. 1947 ഫെബ്രുവരി 18 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ബ്രിട്ടനിൽ ചെന്നപ്പോൾ ഒരൊറ്റമുണ്ട് പുതച്ച് മുളവടി കുത്തി കപ്പലിൽ നിന്നിറങ്ങിയത്. കൂടെ പരിചാരകന്മാരോ അംഗരക്ഷകരോ ഒന്നും ഉണ്ടായില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാകാൻ പോകുന്ന ഒരാൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്? എന്നാൽ ഒരൊറ്റ മുണ്ടെടുത്ത് അതിന് മേലൊരു മുണ്ടെടുത്ത് ഒരു മുളവടി കുത്തിയാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങുന്നത്. പിറ്റേ ദിവസം പത്രങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ പോലെ പരുത്തി വസ്ത്രം ധരിച്ച് സ്നേഹ സന്ദേശവുമായി കിഴക്ക് നിന്ന് എത്തിയ പ്രവാചകൻ ബ്രിട്ടനെ ആവേശത്തിരയിളക്കി. ക്രിസ്തുവിനെ പോലെ പരുത്തി വസ്ത്രം ധരിച്ച് സ്നേഹ സന്ദേശവുമായി കിഴക്ക് നിന്നെത്തിയ ഈ പ്രവാചകൻ ബ്രിട്ടനെ ആവേശത്തിരയിളക്കി എന്ന്. ലോകചരിത്രത്തിൽ ഇന്നുവരെ അഹങ്കാരിയായ ഒരുത്തിനും നീണാൽ വാണ ചരിത്രമില്ല. ക്രിസ്തു എന്നും അങ്ങനെ ജീവിതം അങ്ങനെയാണ് ആഘോഷിച്ചത്. കടം കൊണ്ട ജീവിതം കൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തെ കൊണ്ടുപോയത്. ജനിക്കാൻ പുൽക്കൂട്, പ്രസംഗിക്കാൻ പത്രോസിന്റെ വള്ളം, ആയിരങ്ങളെ തീറ്റിപ്പോറ്റാൻ കൊച്ചുപയ്യന്റെ ലഞ്ച് ബോക്സ്, യാത്ര ചെയ്യാൻ അന്യന്റെ കഴുത, പെസഹാ ഭക്ഷണം, ശിഷ്യന്മാരുമൊത്ത് ഒടുവിൽ ആഹാരം കഴിക്കാൻ വാടകമുറി, അടക്കപ്പെടാൻ അരിമത്യക്കാരന്റെ കല്ലറ. കാറ്റിന്റെ ചിറകിലും ഇടിമിന്നലിലും മുൾപ്പടർപ്പിലും പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് ഇത്രയധികം ചെറുതാകാൻ കഴിയുമോ? എങ്ങനെയാണ് ഇത്രയധികം ദൈവം ചെറുതാകുന്നത്? അല്ലെങ്കിൽ ഇതിലധികം ദൈവം എങ്ങനെയാണ് ചെറുതാകുക? എന്തിനാണ്? എന്നെയും ഇങ്ങനെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ഓർക്കണം, മറ്റേത് കാലത്തെക്കാളും അതിദയനീയവും ഭീകരവുമായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ഈ ഓശാന പെരുന്നാളിൽ ഇരിക്കുന്നത്. രാജ്യങ്ങൾ പരസ്പരം പോരടിച്ച് തമ്മിത്തല്ലി ആരാണ് വലുതെന്ന് പറഞ്ഞു വെക്കുന്നു. അധികാരമുള്ളവൻ എത്ര പേരെയാണ് പേടിപ്പിക്കുന്നത്? നിത്യേന എത്ര പേരെയാണ് വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പിടിച്ചു പറിക്കുന്നത്? ഇവിടെയാണ് ഓശാന പ്രസക്തമാകുന്നത്. ദൈവമക്കളെ, ഒറ്റപ്പെട്ട നിലവിളിക്കും പ്രസക്തിയുണ്ട്. ചെറിയ തേങ്ങലുകൾ പോലും സ്വർഗത്തിൽ പ്രതിധ്വനിക്കും. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കണം, സേവ് us right now, ഞങ്ങളെയും രക്ഷിക്കണം. കാരണം നിങ്ങൾക്കറിയാം, മിഡിൽ ഈസ്റ്റ് വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സങ്കടങ്ങൾ തന്നെയാണ് ഇനി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒരാളും ഒരിക്കലും സേഫ് സോണിലല്ല. അന്ന് ഇത്രയും പ്രതിസന്ധി ഉണ്ടായില്ല നമുക്ക്. അന്ന് നമ്മളൊരു സേഫ് സോണിലാണെന്ന് വിചാരിച്ചു. ഒരു ലോകവും ഒരു രാജ്യവും ഒരു ഭൂമിയും ഒരു ഭവനവും സേഫ് സോണിലല്ല. വളരെ സങ്കടകരമായ ഈ പോസ്റ്റ് ഹ്യൂമൻ ഇറയിൽ, മനുഷ്യാനന്തര കാലത്ത് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്ക് ഉറക്കെ പറയുവാനും സേവ് us right now എന്ന് ഓശാന പറയുവാനും ഈ പ്രഭാതം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഓശാനയ്ക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന്. കാരണം ഫ്ലൈറ്റ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ മഴ, പല കാര്യങ്ങൾ. എന്നാലും എൻ്റെ ആരോഗ്യം ഇതെല്ലാം പ്രശ്നമായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നലെ രാവിലെ വരാനായിട്ട് ദൈവം വലിയ ഭാഗ്യം ചെയ്തു. നമ്മുടെ ആളുകളെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. ഒരു പ്രയാസം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ഒരു മെസ്സേജ് അയച്ചു. എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല. പിന്നീട് ഒരു പ്രത്യേക പ്രാർത്ഥനകൾ നമ്മൾ നടത്തി. അപ്പോൾ ദൈവം അത്ഭുതകരമായി നമ്മുടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾ നിരന്തരം നെടുവീർപ്പ് പോലും അങ്ങനെ പ്രാർത്ഥനയാകണം. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളെല്ലാം പ്രതിസന്ധിയിലാവും. നിങ്ങൾ മാത്രമല്ല, ഞാനും നമ്മുടെ ചുറ്റുവട്ടവും ഇന്ത്യയും കേരളവും ഒക്കെ പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് ലോകത്ത് ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ, ഈ ദുഷ്ടന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാനും കൂടുതൽ ഇടപഴകുവാനും ഒക്കെ ഇട നൽകട്ടെ. ഈ ഓശാന കൊമ്പുകൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം.
കാരണം അത് നമ്മുടെ എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ കാരണവന്മാർ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിള്ളേരെ അങ്ങനെയൊക്കെ പഠിപ്പിക്കണം. അതുപോലെ ആവശ്യമില്ലാത്തവർ ഇവിടെ വെക്കണം. അത് അല്ലാത്തവർ കൊണ്ടുപോകുന്നവർ വളരെ സൂക്ഷിച്ച് വേണം അത് ഉപയോഗിക്കാനെന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സുതനേ